ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് അതിൻ്റെ കീ സെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കീ സെറ്റ് മാറ്റുന്ന കേസും കൂടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസ് ജനറലായിട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ വണ്ടി മൊത്തത്തിൽ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻറ്റ്സ് ഏതൊക്കെ ഏതെങ്കിലും പാർട്സുകൾ ഡാമേജ് ആയിട്ടിരിക്കുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ഏതൊക്കെ കസ്റ്റമർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാണ് ജനറൽ സർവീസും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ കൂടെ നമുക്കത് അഴിക്കുന്ന ഭാഗങ്ങൾ, ഗ്രീസിങ് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ ഗ്രീസിങ്, ക്ലീൻ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യാം, മാറ്റേണ്ട പാർട്സുകൾ മാറ്റാം. ഇതൊക്കെ ആ കൂട്ടത്തിൽ കൂടെ തന്നെ നടന്നു പോകുള്ളൂ. അപ്പോൾ നമുക്ക് ജനറൽ സർവീസ് സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് നമുക്ക് വരുമ്പോൾ 600 രൂപയാണ് ജനറലായിട്ട് ചെയ്യുന്ന സർവീസിൻ്റെ ചാർജ്. പിന്നെ അഡീഷണൽ നമുക്ക് ചെയ്യുന്ന വർക്കുകൾക്ക് എക്സ്ട്രയാണ് അതിൻ്റെ എമൗണ്ട് വരാം. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ജനറൽ സർവീസിന് 600 രൂപയാണെങ്കിൽ കീ സെറ്റ് മാറ്റുമ്പോൾ അതിൻ്റെ ലേബർ ചാർജ് അഡീഷണൽ വരാം കേട്ടോ. അതാണ് പ്രത്യേകം എടുത്ത് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ ജനറൽ സർവീസിനകത്ത് എല്ലാ വർക്കുകളും വരില്ല. എന്നാൽ അത്യാവശ്യം മൂവ്മെൻറ്റ് വരുന്ന എല്ലാ ഭാഗങ്ങളും അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്ത് പോകും. ഡാമേജുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ജനറൽ സർവീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ കയറ്റി അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനറൊക്കെ മാക്സിമം അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. മാറ്റേണ്ട ഒരു ടൈമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാലും കേബിള് അത്യാവശ്യം ലോഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അഴിച്ച് മാറ്റേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ മാറ്റി പോവാം. കാരണം നമുക്ക് ആ പാർട്സിൻ്റെ എമൗണ്ടൊക്കെ വരുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ഈ ക്യാമൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് അതിൻ്റെ ഈ ഭാഗമൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയറൊക്കെ പുതിയ ടയർ കിടക്കണേ. ഹബിൻ്റെ എവിടെയായാലും നിലവിൽ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ലൈനർ ഉരഞ്ഞിട്ടുള്ള തേമാനമൊക്കെ ഉണ്ട്, പക്ഷേ കംപ്ലയിൻറ്റ് ആവുന്ന രീതിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പൊടിയൊക്കെ ആയാലും നമ്മൾ ക്ലീൻ ചെയ്താൽ നമ്മൾ റീസെറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. മൈലേജിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ നമ്മൾ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫുള്ള് പൊടി കയറി മൊത്തത്തിൽ ബ്ലോക്ക് ആയിരിക്കാം. ഇത് ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ക്ലച്ച്, CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ്. കാരണം നമുക്ക് അതിനകത്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ബെൽറ്റ് വരയണേൻ്റെയും ക്ലച്ച് ഷൂ വർക്ക് ചെയ്യണേൻ്റെയൊക്കെ പൊടി അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം എയർ അടിച്ച് ക്ലീൻ ആക്കിയിടും. പിന്നെ നമ്മളതിൻ്റെ ഓയിൽ സീൽ, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും ഓയിൽ സീലുകൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ വേറെ കുഴപ്പമില്ല, പക്ഷേ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഓയിൽ ലീക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഓയിൽ പുറത്തേക്ക് ഒഴുകി തുടങ്ങി അങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ കൈയോടെ തന്നെ നമുക്ക് ആ ഓയിൽ സീൽ മാറ്റി കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാവുന്നുള്ളൂ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ. ഇത് ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കത് ഇപ്പോൾ മാറ്റണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം കിടന്ന് ഓടിക്കോളും. ഒറിജിനൽ ബെൽറ്റ് തന്നെ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം അത് ഉപയോഗിക്കാനായിട്ട് കിട്ടും. നെക്സ്റ്റ് സർവീസ് വരെ എന്തായാലും കിടന്നോളൂ. അടുത്ത സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് 120 ദിവസമാണ് സർവീസ് പീരീഡ്, അതായത് 4 മാസം കേട്ടോ. 4 മാസം വരെ എന്തായാലും കിടന്ന് ഓടിക്കോളും, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ തന്നെ സർവീസായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലോ കംപ്ലയിൻറ്റ് വരാൻ നിൽക്കുന്നുണ്ടെങ്കിലോ നമുക്ക് അറിയാൻ പറ്റും. അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ബെൻഡെക്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. വർക്കിംഗ് നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിലൊക്കെ ഓക്കെയാണ്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതൊക്കെ നോർമൽ രീതിയിലുള്ള തേമാനുള്ളൂ. പക്ഷേ ബെൽറ്റ് ഈ പൊടിയുടെ പ്രസൻസ് എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാവുന്നതാണ്. ക്ലച്ച് വെയിറ്റ് അടക്കം വരുന്ന യൂണിറ്റാണ്. അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. വർക്കിംഗ് ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഡ്രമ്മൊക്കെ ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്ലച്ചിനകത്ത് മെയിനായിട്ട് നമുക്ക് ഒരു ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്. അതിന് ശേഷം ഫുള്ള് ക്ലീൻ ചെയ്യാം, നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക. അതാണ് മെയിനായിട്ട് നമുക്ക് ക്ലച്ചിൽ തന്നെ വർക്ക് കിട്ടാം. പിന്നെ അതേപോലെ പാർട്സുകൾ അങ്ങനെ വേറെ മാറ്റേണ്ടതായിട്ടില്ല. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ 2 കേബിളുകൾ കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കും. ഒന്ന് ചോക്കിൻ്റെ കേബിൾ, അതായത് വണ്ടിയുടെ മൈലേജ് ഷോർട്ട് വരാനായിട്ടുള്ള മെയിൻ ഒരു റീസൺ ഇരിക്കുന്ന ചോക്കിൻ്റെ കേബിളാണ്. കാരണം എന്താ വെച്ചാൽ ആ ചോക്ക് കേബിൾ ഓൾറെഡി ലോഡായിട്ട് വലിഞ്ഞ് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നത്, നമ്മൾ ചോക്കിലിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഫീലായിരിക്കും. പെട്രോൾ കൂടുതൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതാണ് മെയിനായിട്ട് വന്നേക്കണ റീസൺ കേട്ടോ. അപ്പോൾ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിളും നമ്മൾ ഇങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ നല്ല ബലമാണ്, ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യേണ്ട പാർട്ടാണ് ഇതൊക്കെ. അപ്പോൾ ഈ ചോക്കിൻ്റെ കേബിളും ആക്സിലേറ്റർ കേബിളും മാറേണ്ട ഒരു ടൈമാണ്. ചോക്ക് കേബിൾ എന്തെങ്കിലും മാറ്റി കളയാം. കാരണം എന്താ വെച്ചാൽ നമുക്കതിൻ്റെ മൈലേജൊക്കെ നല്ല രീതിയിൽ കുറയാനും, നമുക്ക് ഓൾറെഡി കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ട്, മൈലേജൊക്കെ നല്ല രീതിയിൽ ഷോർട്ട് വരും ഈ ചോക്ക് കേബിൾ കിടന്നാൽ കഴിഞ്ഞാൽ. ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി ടൈറ്റ് ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് നല്ല സ്മൂത്തായിട്ട് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി കേബിൾ മാറ്റിയാൽ തന്നെയാണ് ക്ലിയർ ആവുള്ളൂ. പിന്നെ മൈലേജ് ഷോട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എയർ ഫിൽറ്റർ ഇത്ര ബ്ലോക്ക് ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് കാർബറേറ്ററും കൂടി അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. കാർബറേറ്റർ ക്ലീനിങ് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൻ്റെ പരിധിയിൽ വന്നതല്ല, നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി തന്നെ ഉറക്കാം. കാരണം കാർബറേറ്റർ നമുക്ക് അഴിക്കുന്ന സമയത്ത് കാർബറേറ്റർ ക്ലീനറൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം കാർബറേറ്റർ ക്ലീൻ ചെയ്യാനുള്ള സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് വേണം നമുക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ എമൗണ്ട് വന്ന കേസാണ്. ഏകദേശം നമുക്കൊരു 400-450 രൂപയൊക്കെ നമുക്ക് അതിന് ചിലവ് വരും. അത് ചെയ്ത് കയറ്റുമ്പോൾ ആ സ്പ്രേയുടെയും വരും, നമുക്ക് അതിൻ്റെ സർവീസ് ചാർജ് കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോൾ ഏകദേശം 1000 എമൗണ്ട് വരും.
ചെയ്തു പോകുന്നതാണ് നല്ലത്. മൈലേജ് ഷോട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതുകൂടി കൂട്ടത്തിൽ ചെയ്തു പോകേണ്ടതാണ്. എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നിലവിലൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഓയിൽ ചെക്ക് ചെയ്തു, ഓയിൽ ലെവലുണ്ട്, അതേപോലെ തന്നെ നല്ല ഓയിലാണ്. ശരിക്കും ഓയിൽ ചേഞ്ചിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്ററാണ്. ഒരു പ്രാവശ്യം ഓയിൽ മാറ്റിയാൽ അടുത്ത 3000 കിലോമീറ്ററിലാണ് നെക്സ്റ്റ് ഓയിൽ ചേഞ്ച് വരാം. അപ്പോൾ നമുക്ക് കളർ നോക്കിയിട്ട് 100% പറയാൻ പറ്റില്ല. നിലവിലിപ്പോൾ 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ മാറ്റാം, അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഓയിൽ കിലോമീറ്റർ ബേസിൽ നമുക്ക് മാറ്റിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ, എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണ്, സ്പോഞ്ച് ടൈപ്പാണ്. അത് മൊത്തം പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൂട്ടത്തിൽ മാറ്റിയിടേണ്ടതാണ്. ഈ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ നമുക്ക് മാറ്റേണ്ട ഒരു പാർട്ടാണ് ഈ ഇരിക്കുന്ന സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ ഫുൾ ടൈറ്റായിട്ടിരിക്കുക. അതായത് ഞാൻ നല്ല ഹീറ്റിംഗ് വന്ന ഭാഗമാണ് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം. അതുമാണ് നമ്മൾ ഈ പ്ലഗ് പിടിപ്പിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ആ ഭാഗം ഹീറ്റ് ആയേക്കണോണ്ട് തന്നെ ചില കേസിൽ തന്നെയും എക്സ്പാൻഷൻ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടൈറ്റ് വന്നേക്കണത് ആവാനാണ് സാധ്യത. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലിപ്പോൾ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽസ്ഥിതിയിൽ തന്നെ തുടരണമായിരിക്കും നല്ലത്. ഇനി അതല്ല നമുക്ക് അഴിച്ച് നമുക്ക് മാറ്റാനായിട്ട് ശ്രമിച്ചാൽ ഒരു പക്ഷേ നമുക്കത് ഒടിഞ്ഞിരിക്കാനുള്ള സാധ്യത കൊള്ളാം. ഒടിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളത് എഞ്ചിൻ ഇറക്കിയിട്ട് വെൽഡ് ചെയ്തെടുക്കേണ്ട സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് മിസ്സിങ്ങോ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ പ്ലഗ് അങ്ങനെ തന്നെ നിലനിർത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്കപ്പോൾ ആ സമയത്ത് അഴിച്ചെടുക്കുക. ഓടിയാണെങ്കിലും നമുക്ക് ആ പ്രോബ്ലം അപ്പോൾ പരിഹരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ നിലവിൽ പ്ലഗിൻ്റെ കേസ് ഇപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ ബലം പിടിച്ച് അഴിക്കാൻ നിന്നാൽ ഒരു വർഷം ഓടിച്ചു പോകും കേട്ടോ. പിന്നെ അതേപോലെ കീ സെറ്റ്, താക്കോൽ സെറ്റ് യൂണിറ്റ് നല്ല രീതിയിൽ ലൂസ് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ അസംബ്ലി പാടി നമുക്ക് മാറേണ്ട ഏകദേശം ഒരു 800 രൂപ 850 രൂപയോളം നമുക്ക് അതിന് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. പിന്നെ നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2024 ബാറ്ററിയാണ്. അപ്പോൾ അത് അത്യാവശ്യം നമ്മൾ നോക്കുമ്പോൾ 12.86 വരുന്നുണ്ട്. വാറണ്ടി ബില്ലിലുള്ള ബാറ്ററിയാണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വേറെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രണ്ട് ടയർ ഫുള്ള് തീർന്നേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹാൻഡിലും ഒരു വെട്ടലും ഒരു പാളിച്ചൊക്കെ അനുഭവപ്പെടുന്നത്. ഈ ടയറിൻ്റെ പ്രോബ്ലമാണ്. കോൺസെപ്റ്റ് ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ പൊടിക്ക് ലൂസാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓടിക്കാൻ ഇപ്പോൾ ടയറിൻ്റെ കേസ് കൂടി മാറ്റിയാലാണ് അത് 100% ക്ലിയർ ആവും. പിന്നെ ഉള്ളത് സ്പീഡോമീറ്ററാണ്. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കേബിൾ ഫുള്ളായിട്ട് ടൈറ്റ് ആയതാണ്. പക്ഷേ കേബിൾ മാത്രം മാറ്റിയത് കൊണ്ട് എനിക്ക് റെഡി ആവുമെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മീറ്റർ, ഈ ഇരിക്കുന്ന മീറ്റർ യൂണിറ്റ് ഇരിക്കുന്ന കേബിൾ വർക്കിംഗ് ആവാതെ ആയിട്ട് കുറച്ച് ആളായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റ് ടൈറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കേബിൾ മാറ്റിയിട്ടാലും നമുക്കതൊരു ഉപകാരത്തിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം കേബിളിൻ്റെ കേസ് നമ്മൾ സ്പീഡോമീറ്റർ വർക്കിംഗ് ആവണം. ശരിക്കും വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യേണ്ട കേസാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മീറ്റർ വർക്കാവാതെ ഇരുന്ന് ആ ഭാഗം ക്ലാവ് പിടിച്ചോണം ആയിപ്പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേബിൾ മാറ്റിയിട്ടാലും നിൽക്കില്ല. 1.5 മീറ്റർ സർവീസ് ചെയ്തിട്ട് വേണം കയറ്റി വയ്ക്കുക. സർവീസ് ചെയ്യണമെങ്കിലും താമസം വന്ന പരിപാടിയാണ്. അപ്പോൾ തൽക്കാലം അത് മീറ്റർ വർക്കിംഗ് അല്ലാത്ത രീതിയിൽ തന്നെ തുടരാനാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. നിലവിൽ ജനറൽ സർവീസ്, കീ സെറ്റ് റീപ്ലേസ്മെൻ്റ് ഒക്കെയാണ് പറഞ്ഞത്. വേറെ വാട്ടർ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളോ വേറെ അങ്ങനെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളത് മൈലേജുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എയർ ഫിൽറ്റർ ബ്ലോക്കാണ്, കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുക, ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് അത് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതിന് പെർമിഷൻ കിട്ടിയാലാണ് നമ്മൾ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് ഫുൾ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാഗിലത്തെ ബ്രേക്ക് ലൈനർ മാത്രം. ഇത്ര കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ ബാക്ക് ഭാഗമൊക്കെ കഴിക്കുന്ന ഭാഗത്ത് ഇവിടെ ഈ ഭാഗമൊക്കെ ലെൻസ് ഇത് പൊട്ടിയിരിക്കുന്നുണ്ട് കാണുന്നത്. നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവില്ല. ഇവിടെ നോക്കുമ്പോൾ ഈ കാണുന്നതൊരു പൊട്ടലാണ് ഈ കാണുന്നത് ഗ്ലാസിൻ്റെ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് എവിടെയോ കണ്ടിരുന്നത് ഇവിടെ ഈ ഭാഗത്ത് കേട്ടോ. ഇതിവിടെയും ഒരു ചെറിയ പൊട്ടൽ കാണുന്നുണ്ട് കേട്ടോ. ഓൾറെഡി വണ്ടിയും ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്ത് പോയപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയത്തെ ഭാഗങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇതിൻ്റെ കേബിൾ കാര്യങ്ങളൊക്കെ മാറ്റാനും ഇതൊക്കെ ആയിട്ട് നമ്മൾ അയച്ചാണ് കീ സെറ്റിൻ്റെ കേസൊക്കെ നോക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഏകദേശം ഒരു 6-7 മണിയൊക്കെ ആകും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കേട്ടോ. എന്തായാലും നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള താമസം വരും വണ്ടിക്ക്. ഓക്കെ.